ഇത് കണ്ടോ, ഈ രീതിയിൽ ഞാൻ മെഷർമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ വന്ന റീഡിങ് അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ 3D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 3D ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു വാളിലുള്ള നമ്മുടെ റൂം സൈസ്, അതുപോലെ അതിൽ വിൻഡോ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സില്ല് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണിക്കാനാണെങ്കിലും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, അതിൽ ഡ്രോയിങ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് കണ്ടോ, നമുക്ക് ഓപ്പൺ വിത്ത് വന്നു. നമുക്ക് ഡ്രോയിങ് ഫോർ DWG ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആ ആപ്ലിക്കേഷനകത്ത് ഇതൊന്ന് അൺസിപ്പ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രോയിങ് വിത്ത് ലേഔട്ട് നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഹലോ നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും, അതായത് ഒരു ആർക്കിടെക്റ്റ് ആയാലും ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആയാലും ഒരു ഫാബ്രിക്കേറ്ററോ ഒരു സർവേയറോ ഇത്തരത്തിലുള്ള ഏതാളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. മറ്റൊന്നുമില്ല, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സോ ഒരു സർവേയേഴ്സോ ഒക്കെ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് അല്ല, നമുക്കൊരു റിനോവേഷനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിംഗ് പോയിട്ട് മുഴുവനായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക. അതായത് നേരെ എല്ലാം മെഷർ ചെയ്ത് അവിടുത്തെ ഓപ്പണിങ്സും അവിടുത്തെ ഡീറ്റെയിലുകളും എല്ലാം മെഷർ ചെയ്ത് അതിനൊരു ഡ്രോയിങ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു 3D ആക്കി മാറ്റുക. എന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ പണി നടക്കുക. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ഒരു ടാസ്ക് ഫുൾ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് ആ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് മുഴുവനായിട്ട് പോയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1-2 ദിവസത്തെ പണിയായിരിക്കും പലപ്പോഴും. 2 ആളുകൾ പോയി മെഷർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ലേസർ മെഷറിംഗ് ടൂളുകളൊക്കെ ഉണ്ട്. അതായത് മെഷർമെൻറ്റ് നമുക്ക് കുറേ കൂടെ ഈസി ആക്കാം. പക്ഷേ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നമുക്കൊരു AutoCAD ഡ്രോയിങ് ആക്കി ഒരു 3D ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടൂൾ വെച്ച് നേരെ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരേപോലെ പാരലായിട്ട് നമുക്കിതിൻ്റെ 3D ഡെവലപ്പായി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2D ഡ്രോയിങ് CAD ഡ്രോയിങ് ഒക്കെ ഡെവലപ്പായി വരുന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. പല സ്കാമുകളും കണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പൈസ പോയിട്ടുള്ള ആളുകളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത് AI ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കറിയാം കുഹൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു AI സോഫ്റ്റ്വെയറിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ AI ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തരത്തിലായിരുന്നു നിങ്ങളെടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നത്, എത്രത്തോളം ജെനുവിൻ ആണ്, നമുക്ക് റിലയബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഏതായാലും AI ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു ഡിവൈസ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2-3 ദിവസമൊക്കെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതുപോലെ നമ്മളിപ്പോൾ ഞാനൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മെഷർ ചെയ്യുന്ന സമയത്ത് പാരലലി നമുക്കിതിൻ്റെ 3Dയും 2D ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ടൂൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള മനസ്സിലാവും. ഞാൻ ആർക്കിടെക്ചറും ആറ്റിഗ്രാമിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലേസർ മെഷറിംഗ് ടൂളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. അപ്പോൾ ഇതിനെ പവർഫുൾ ആക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ AI ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിൻ്റെ ഒരു AI സോഫ്റ്റ്വെയർ തന്നെയാണ് ഇതിനെ പവർഫുൾ ആക്കുന്നത്. ഈ ഒരു ഡിവൈസിന് ഇൻബിൽറ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് ഇത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന സാധനം പാരലി നമുക്ക് ഇതിൻ്റെ 3Dയും 2D ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസും കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്കൊരു ട്രയൽ നോക്കാം. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയ് പ്ലാൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഇൻ്റർഫേസ് ഒക്കെ വരുന്നത്. നമുക്ക് ഈ രീതിയിൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. DIY ഹോം, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ DIY മൈ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി ഇൻ്റർഫേസുകളുണ്ട്. നമുക്ക് പ്ലാൻ വ്യൂ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 3D വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ബട്ടണകത്ത് ഇവിടെ ഒരു 3 ഡോട്ടുള്ള ഒരു ബട്ടൺ കാണാം. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിന് സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ഓഫായിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഡിവൈസിന് ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ MEAS എന്നൊരു റെഡ് ബട്ടൺ വന്നതാണ്ടോ, അതായത് ഇത് ഓൾറെഡി കണക്റ്റഡ് ആയെന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാധനം കാണിച്ചു തരാം. നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഈ ഒരു ക്രോസ് ബാർ എടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് വെക്കുക. ഓക്കെ, അതുപോലെ ഇത് ജസ്റ്റ് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് വേണ്ടതെന്നുള്ളതൊന്ന് ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളത് നോക്കിക്കോളൂ. ഇതാ ഈ രീതിയിൽ ഞാൻ ജസ്റ്റ് മുകളിലേക്കുള്ള മെഷർമെൻ്റ് ഒന്ന് എടുക്കുകയാണ്. ആ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കിവിടെ 1.119 മീറ്ററാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ?
അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റൂം, നമ്മുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന റൂം ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മൊത്തം ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ഇത് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നാണ്. നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ രീതിയിൽ നമുക്കിതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റൂമിനെ നമുക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കേഴ്സറിനെ നമ്മൾ വർക്ക് സ്പേസിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ജസ്റ്റ് ഈ ഒരു ലൈൻ വരച്ചിട്ട്, അതായത് ഈ ഒരു വാളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ റൂം നമ്മൾ ഈ രീതിയിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ രീതിയിൽ ഞാൻ മെഷർമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ വന്ന റീഡിങ് അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതായത് 3.334 ആണ് നമുക്കിവിടെ, അത് മില്ലിമീറ്ററിൽ 3334 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതായത് ഈ ഓറിയൻറ്റേഷനിലാണ് ഡയമെൻഷൻ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ 3.08 അതിവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ടോ നമ്മുടെ റൂം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 3.339 അതുപോലെ തന്നെ 3.35 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റൂം ഡയമെൻഷൻസ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റൂമിൻ്റെ ഏരിയ അതുപോലെ ഹൈറ്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലാബിൻ്റെ തിക്നെസ് അതുപോലെ തന്നെ ഫ്ലോർ പ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഹൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓൾറെഡി നമ്മുടെ ഈ ഡിവൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കത് നിലത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ഹൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റും നമുക്കിവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂം ഇത് നമുക്കിപ്പോൾ ഇവിടെ 2D ആയിട്ട് നമുക്ക് കാണാം അല്ലേ, ഈ രീതിയിൽ ഡയമെൻഷൻസ് ഒക്കെ കാണാം. നമ്മൾ ഇതിനെ 3D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 3D ആയിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഈ രീതിയിൽ 3D ആയിട്ട് കാണാം. ഇതിലിനി ജനലുകളും വാതിലുകളൊക്കെ നമ്മൾ വെക്കാനുണ്ട്. ഇതിൻ്റെ ഒരു വാക്ക് ത്രൂ ഒക്കെ കിട്ടാനും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് വാക്ക് ത്രൂ ചെയ്യാൻ പറ്റും, 3D കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ വിൻഡോസും ഡോർസൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലുള്ള അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒത്തിരി ഓപ്ഷൻസ് വരുന്നത് കണ്ടോ, ഡോർസ്, വിൻഡോ, ബീം, ട്യൂബ്, ഇലക്ട്രിക്കൽ, വാട്ടർ വേല്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും വിൻഡോസ് ആണ് ഇപ്പോൾ ആദ്യം ആഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തൽക്കാലം ആ ഒരു വിൻഡോ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കണ്ടോ, ആ വിൻഡോ അവിടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനും ഒത്തിരി എഡിറ്റിംഗ് പാനൽസ് വരുന്നുണ്ട്. നമുക്ക് അതിലെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വിൻഡോൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ M1 M2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ എലമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഈ എന്ന് പറയുമ്പോഴേക്കും ബേസിക്കലി നമുക്ക് സിൽ ലെവൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ M1 M2 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ ഈ രണ്ട് സൈഡുകളുണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസ് വെച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ ഡിവൈസ് ഓൾറെഡി കണക്റ്റഡ് ആണ്. കണ്ടോ, ഈ ഒരു സാധനമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഡിവൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡിവൈസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിൻഡോയുടെ ലെങ്ത്ത് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ വിൻഡോൻ്റെ ലെങ്ത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ ഇതാ 1.8 ആണ്. അതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ നമുക്ക് വിഡ്ത്ത് നമുക്ക് തൽക്കാലം ഇവിടെ ഓപ്പണിംഗ് ആയി നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്കിനി ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഹൈറ്റ് പറയുമ്പോഴേക്കും നമ്മളിതാ ഈ രീതിയിൽ ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ ഹൈറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓക്കെ കൊടുക്കാം. അതുപോലെ നമുക്കിനി സിൽ ലെവൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നമുക്ക് ഈ സില്ലിൻ്റെ ലെവലും ഈ രീതിയിൽ നമുക്ക് എടുക്കാം. 0.439 എന്നൊക്കെ പറഞ്ഞാണ് അത് അക്യുറേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസിന് നമുക്ക് ഈ രീതിയിൽ മെഷർ ചെയ്യാം. കണ്ടോ, ആ ഒരു ഡിസ്റ്റൻസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസാണ് വേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് ഈ രീതിയിലും എടുക്കാം. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വാളിലുള്ള നമ്മുടെ റൂം സൈസ്, അതുപോലെ അതിൽ വിൻഡോ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സില്ല് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം സാധനം നമ്മുടെ 3D വ്യൂവിൽ പോയാൽ എങ്ങനെ കാണും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, 3D വ്യൂവിൽ പോയപ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ ബേ വിൻഡോ ഉണ്ട്. നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഡീറ്റെയിൽസും കൂടെയൊക്കെ നമുക്ക് വാൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ. അടുത്തായിട്ട് നമുക്ക് ഇവിടെയുള്ള ഒരു ഓപ്പണിംഗ് കൂടെ നമുക്ക്, അതായത് ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് കൂടെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ 3Dയിൽ എങ്ങനെ കിട്ടുന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം വീണ്ടും നമ്മുടെ 2D ലെവലിലേക്ക് തന്നെ പോവുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓൺ ആയതുകൊണ്ട് ഇപ്പോഴും ഡിവൈസ് കണക്റ്റഡ് ആയി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത ഡോർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ അല്ലേ, ഇങ്ങനെയാണല്ലോ നമ്മുടെ വിൻഡോ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡോർ നമുക്ക് ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. വീണ്ടും നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് ഡോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. സിംഗിൾ ഡോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിങ്ങ് ഡ്രാഗ് ചെയ്യാം.
ഇത് കണ്ടോ, ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡോറിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഏതായാലും ഈ ഡോറിൻ്റെ സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡോറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അഗെയിൻ നമ്മുടെ ഡിവൈസ് കണക്റ്റഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ വിഡ്ത്ത് നമുക്ക് ഈ രീതിയിൽ മാർക്ക് ചെയ്യാം. കണ്ടോ 921. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഡോറിൻ്റെ വിഡ്ത്ത് തൽക്കാലം അത് നമ്മുടെ തിക്നെസ് ആയി തന്നെ നിൽക്കട്ടെ. ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇതാ നമുക്ക് കറക്റ്റായിട്ട് ഹൈറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിൽ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ M1 ആൻഡ് M2 എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ M1 എന്ന് പറയുമ്പോഴേക്കും ഈ 211 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അതായത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഈ രീതിയിൽ നമുക്കിവിടെ കിട്ടി. മറ്റേ ഡിസ്റ്റൻസ് 0 ആണ്. അതായത് കറക്റ്റ് ഈ ലെവലിൽ തന്നെയാണ് ഡോർ നിൽക്കുന്നത്. അത് 0 ആണ്. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇത്രയും ചെയ്തപ്പോഴേക്കും നമ്മുടെ ഒരു ഡോറും നമുക്കിവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 3D വ്യൂ ഏത് രീതിയിലാണ് നോക്കാം. ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3D വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ഇത് ഡോക്യുമെൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് ഈ റൂം മുഴുവനായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളൊരു പർപ്പസിൽ നമുക്ക് ഈ ഒരു ഡോറും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വിൻഡോയും കൂടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3D ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ സർവേ മോഡാണ്. നമുക്ക് സോഫ്റ്റ് ഡെക്കറേഷൻ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഉള്ളിൽ നമുക്ക് മെറ്റീരിയലൊക്കെ വന്നു. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ആഡ് ചെയ്യാം. ഇതുകൊണ്ടോ, പബ്ലിക് ഒരു ലൈബ്രറി തന്നെ നമുക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ഇതിനകത്തൊരു കട്ടിൽ നമുക്ക് കൊണ്ടുപോയിടണമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണിക്കാനാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ഈ ബെഡിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഈവൻ ഈ ബെഡിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെല്ലാം നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്ത് മെഷർ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റൂമിനകത്ത് കയറി നമുക്ക് ഈ രീതിയിൽ റൂമിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. ഏതായാലും അതൊക്കെ അടുത്ത കാര്യങ്ങളാണ്. നമുക്ക് ഇനി ഹാർഡ് ഡെക്കറേഷൻ മോഡിൽ എന്താ ഉള്ളത് നോക്കാം. അതിനകത്ത് നമുക്ക് ഈ രീതിയിൽ ഇതിൻ്റെ പെയിൻറ്റും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കൊണ്ട് ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഏതായാലും ഇതിന് വീണ്ടും നമ്മുടെ സർവേ മോഡിൽ പോയി നമ്മുടെ പ്ലാൻ മോഡിൽ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ ഒരു 3D നമുക്ക് ഡെവലപ്പായി കിട്ടിയിട്ടുള്ളത്. ഇതേ സാധനത്തിനെ നമുക്ക് എങ്ങനെ ഡ്രോയിങ് ആക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഈ രീതിയിൽ പ്രൊജക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് ഈവൻ നമുക്കൊരു പേര് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് പ്രൊജക്റ്റ് എസ്റ്റിമേഷൻസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫയൽ ഷെയറിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് CAD ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്കെച്ചപ്പ് ഫയലാക്കാം. അതുപോലെ തന്നെ നമുക്ക് 3D Max ഫയലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എസ്റ്റിമേഷൻസും പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് CAD ഫയലാക്കുന്ന സമയത്ത് എന്തൊക്കെ ഡ്രോയിങ്സ് ഉണ്ട്, ഇത് കണ്ടോ, സ്പേസസ് ടു ബി ജനറേറ്റഡ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡ്രോയിങ്സ്, CAD ഡ്രോയിങ്, ഒറിജിനൽ ഫ്ലോർ പ്ലാൻ വിത്ത് ഡയമെൻഷൻ, ഫ്ലോർ ലേഔട്ട്, നമുക്ക് തൽക്കാലം ഫ്ലോർ ലേഔട്ട്, അതുപോലെ തന്നെ സീലിംഗ് ലേഔട്ട് പ്ലാൻ വേണ്ട. അതുപോലെ തന്നെ ഫിക്ചർ പ്ലേസ്മെൻറ്റ്, പ്ലംബിങ്, ഇത്തരത്തിലുള്ള ഡ്രോയിങ് ഒന്നും തൽക്കാലം നമ്മൾ ചെയ്തിട്ടില്ല, അതൊന്നും നമുക്ക് വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ CAD ഒറിജിനൽ ഫ്ലോർ പ്ലാൻ ഇത് കണ്ടോ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ CAD ഒറിജിനൽ ഫ്ലോർ പ്ലാൻ വിത്ത് ഡയമെൻഷൻസ് ഇത് രണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് സ്കെച്ചപ്പ് ഫയൽ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം CAD ഫയൽ എങ്ങനെ കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം. അതൊരു ഡ്രോയിങ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് കണ്ടോ, നമുക്ക് ഓപ്പൺ വിത്ത് വന്നു. നമുക്ക് ഡ്രോയിങ് DWG ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആ ആപ്ലിക്കേഷനകത്ത് ഇതൊന്ന് അൺസിപ്പ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് വിത്ത് ലേഔട്ട് നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിനകത്ത് കംപ്ലീറ്റ് ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡയമെൻഷൻസ്, ഇൻറ്റേർണൽ ഡയമെൻഷൻസും നമ്മുടെ ഈ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റൂമിൻ്റെ ഏരിയ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഒറിജിനൽ ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്താ വരുന്നത് നോക്കാം. നമുക്ക് ഈ സെയിം സാധനം, അതായത് ഇൻറ്റേർണൽ ഡയമെൻഷൻസ് ഒന്നും ഇല്ലാതെ എക്സ്റ്റേണൽ മാത്രം ഡയമെൻഷൻസ് ഒക്കെ ഇട്ട് പ്രോപ്പറായിട്ട് നമുക്ക് CAD ഫയൽ DWG ഫയലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസർ മെഷറിംഗ് ടൂൾ മാത്രമാണ്. ഇതിൽ AI ബേസ്ഡ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് നമുക്ക് ഇതിൻ്റെ ഇത്രയും അപ്ഡേറ്റുകളെല്ലാം തരുന്നത്. അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു റിനോവേഷൻ സൈറ്റിൽ, ഒരു ഇൻറ്റീരിയർ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് മെഷർ ചെയ്ത് ബേസിക് ആയിട്ട് ഫർണിച്ചർ ലേഔട്ടൊക്കെ ഇട്ട് നമ്മളെ ക്ലയൻറ്റുമായിട്ടുള്ളൊരു ഡിസ്കഷൻ വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്നുള്ളത്. മറ്റേ നമ്മൾ പലപ്പോഴും ഇത് മെഷർ ചെയ്ത് തിരിച്ച് വന്ന് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനൊത്തിരി സമയമെടുക്കും, ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ പണികൾ ഫുള്ള് ഫാസ്റ്റ് ആക്കാനുള്ള ഒരു അടിപൊളി ടൂളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. AI ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ട്രസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം കുഹും എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ AI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ പറഞ്ഞേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും പറഞ്ഞേക്കുക. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതിനായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിടണം. ഇപ്പോൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. December 1 തൊട്ട് December 15 വരെയാണ് നമുക്ക് പ്രീ ബുക്കിംഗ് ഉള്ളത്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആറ്റിക് ലാബ് 50 എന്ന് പറഞ്ഞിട്ട് 50% ഇതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിവൈസ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വെബ് ആപ്പിന് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 10,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 രൂപ തൊട്ട് ഇതിൻ്റെ ഓരോരോ പ്ലാനുകൾ അനുസരിച്ചിട്ട് അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട്. അത്തരം ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ AI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കാം. അതുപോലെ തന്നെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ആറ്റിക് ലാബ് 50 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്താൽ 50% എമൗണ്ട് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ചിട്ടുള്ള എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ AI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോനെ പറ്റിയും ഈ പ്രൊഡക്റ്റിനെ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞേക്കുക. അടുത്തുള്ള കാണുന്നവരേക്കും ബൈ.